ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇതിലെ വീഡിയോസ് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുക 2026 ലോഗോസിൻ്റെ പഠനഭാഗമായ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 46 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ചോദ്യങ്ങളെ ശ്രദ്ധാപൂർവം കേൾക്കുകയും ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമല്ലോ. സ്നേഹമുള്ളവരെ, 2026 സെപ്റ്റംബർ 27 നടക്കുന്ന ലോഗോസ് ക്വിസ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ പഠിച്ചൊരുങ്ങുവാനായി 100 പരീക്ഷകളടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഈ ചാനലിൽ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് 300 രൂപ അടച്ച് ഈ 100 പരീക്ഷകളിലും ഒരുമിച്ച് പങ്കെടുക്കാവുന്നതാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് 300 രൂപ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം അതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷകളുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും മെസ്സേജ് അയക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ. ഗൂഗിൾ ഫോമിലാണ് പരീക്ഷ നടത്തപ്പെടുക. ഇതുവരെ കഴിഞ്ഞ പരീക്ഷയുടെ ലിങ്കുകളും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അയച്ചു തരുന്നതായിരിക്കും. 1. ഗലീലി കടലിൻ്റെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം തിബേരിയാസ് കടൽ. 2. യഹൂദരുടെ ഏതു തിരുനാൾ അടുത്തിരുന്നു? ഉത്തരം പെസഹ തിരുനാൾ. 3. യേശു കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ആരാണ് തൻ്റെ അടുത്തേക്ക് വരുന്നതായി കണ്ടത്? ഉത്തരം ഒരു വലിയ ജനക്കൂട്ടം. 4. ജനങ്ങൾക്ക് ഭക്ഷിക്കാനായി അപ്പം വാങ്ങുന്ന കാര്യത്തെക്കുറിച്ച് യേശു ഏത് ശിഷ്യനോടാണ് ചോദിച്ചത്? ഉത്തരം പീലിപ്പോസിനോട്. 5. എന്തിനാണ് യേശു പീലിപ്പോസിനോട് ഇങ്ങനെ ചോദിച്ചത്? ഉത്തരം അവനെ പരീക്ഷിക്കാൻ വേണ്ടി. 6. ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ എത്ര ധനാറയ്ക്കുള്ള അപ്പം പോലും തികയില്ലെന്നാണ് പീലിപ്പോസ് പറഞ്ഞത്? ഉത്തരം 200 ധനാറ. 7. ഒരു കുട്ടിയുടെ കയ്യിൽ 5 ബാർലിയപ്പവും 2 മീനുമുണ്ടെന്ന് യേശുവിനെ അറിയിച്ചത് ആരാണ്? ഉത്തരം ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ്. എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട് എന്ന് ആരാണ് പറഞ്ഞത്? ഉത്തരം അന്ത്രയോസ്. 9. 5 ബാർലിയപ്പവും 2 മീനുമുണ്ടെന്ന് അറിഞ്ഞ ശേഷം യേശു എന്തു പറഞ്ഞു? ഉത്തരം ആളുകളെ ഭക്ഷണത്തിനിരുത്തുവിൻ. 10. എത്രത്തോളം പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു? ഉത്തരം 5000-ഓളം. 11. 5 ബാർലിയപ്പത്തിൽ നിന്ന് മിച്ചം വന്ന കഷ്ണങ്ങൾ എത്ര കുട്ട നിറയെ അവർ ശേഖരിച്ചു? ഉത്തരം 12 കുട്ട നിറയെ. 12. യേശുവിനെ രാജാവാക്കാൻ ജനങ്ങൾ ഭാവിക്കുന്നതായി മനസ്സിലാക്കിയപ്പോൾ യേശു എന്തു ചെയ്തു? ഉത്തരം വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. 13. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഉത്തരം 4 ശീർഷകങ്ങൾ. 14. യേശുവിനല്ലാതെ ശിഷ്യന്മാർ വള്ളത്തിൽ കയറി എവിടേക്കാണ് പുറപ്പെട്ടത്? ഉത്തരം കഫർനാമിലേക്ക്. 15. കടൽ ശോഭിക്കുവാൻ കാരണം എന്തായിരുന്നു? ഉത്തരം ശക്തിയായി കാറ്റടിച്ചിരുന്നത് കൊണ്ട്. 16. എത്ര ദൂരം തണ്ടു വലിച്ചു കഴിഞ്ഞപ്പോഴാണ് യേശു കടലിനു മീതെ നടന്നു വരുന്നത് ശിഷ്യന്മാർ കണ്ടത്? ഉത്തരം 25-30 സ്ഥാദിയോൻ ദൂരം. 17. യേശു കടലിനു മീതെ നടക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ എന്തു ചെയ്തു? ഉത്തരം അവർ ഭയപ്പെട്ടു. 18. ഭയപ്പെട്ട ശിഷ്യന്മാരോട് യേശു എന്താണ് പറഞ്ഞത്? ഉത്തരം ഞാനാണ്, ഭയപ്പെടേണ്ട. 19. യേശുവിനെ വള്ളത്തിൽ കയറ്റാൻ ശിഷ്യന്മാർ ആഗ്രഹിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയിലെത്തി. 20. യേശുവും ശിഷ്യന്മാരും അവിടെ ഇല്ലെന്ന് കണ്ട ജനക്കൂട്ടം വള്ളത്തിൽ കയറി എവിടെയെത്തി? ഉത്തരം
കഫർനാമിലെത്തി. 21 യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ ജനങ്ങൾ ചോദിച്ചതെന്ത്? ഉത്തരം, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? 22 ദൈവത്തിന്റെ പ്രവർത്തികൾ പ്രവർത്തിക്കുവാൻ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ആരാണ് ആരോട് ചോദിച്ചത്? ഉത്തരം, ജനങ്ങൾ യേശുവിനോട് ചോദിച്ചു. 23 ഞങ്ങൾ കണ്ട് അങ്ങിൽ വിശ്വസിക്കേണ്ടതിന് അങ്ങ് എന്തടയാളമാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആരാണ് ചോദിച്ചത്? ഉത്തരം, ജനങ്ങൾ യേശുവിനോട്. 24 ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു എന്ന് ആരാണ് പറഞ്ഞത്? ഉത്തരം, ജനങ്ങൾ യേശുവിനോട് പറഞ്ഞു. 25 സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥ അപ്പം നൽകുന്നത് ആരാണെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം, എൻ്റെ പിതാവാണ്. 26 ദൈവത്തിന്റെ അപ്പം എങ്ങനെയുള്ളതാണ്? ഉത്തരം, സ്വർഗത്തിൽ നിന്നിറങ്ങി ലോകത്തിന് ജീവൻ നൽകുന്നത്. 27 ഞാൻ ജീവന്റെ അപ്പമാണ് എന്ന് യേശു പറഞ്ഞത് ഏത് വാക്യത്തിലാണ്? ഉത്തരം, യോഹന്നാൻ 6-ാം അധ്യായം 35-ാം വാക്യം. 28 യേശുവിന്റെ അടുക്കൽ വരുന്നവന് എന്ത് സംഭവിക്കുകയില്ല? ഉത്തരം, അവനൊരിക്കലും വിശക്കുകയില്ല. 29 യേശുവിൽ വിശ്വസിക്കുന്നവന് എന്ത് സംഭവിക്കുകയില്ല? ഉത്തരം, അവനൊരിക്കലും ദാഹിക്കുകയില്ല. 30 നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് യേശു പറഞ്ഞത് ഏത് വാക്യത്തിലാണ്? ഉത്തരം, യോഹന്നാൻ 6-ാം അധ്യായം 36-ാം വാക്യം. 31 പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം പൂരിപ്പിക്കുക. ഉത്തരം, എൻ്റെ അടുക്കൽ വരും. 32 എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ എന്തു ചെയ്യുകയില്ല എന്ന് യേശു പറഞ്ഞു. ഉത്തരം, ഒരിക്കലും തള്ളിക്കളയുകയില്ല. 33 യേശു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നത് ആരുടെ ഹിതം നിറവേറ്റാനാണ്? ഉത്തരം, തന്നയച്ച പിതാവിന്റെ ഹിതം നിറവേറ്റാൻ. 34 ഇവൻ ജോസഫിന്റെ മകനായ യേശുവല്ലേ എന്ന് ആരാണ് പെറുപിറുത്തത്? ഉത്തരം, യഹൂദർ. 35 ആരാണ് ആകർഷിച്ചതല്ലാതെ ഒരുവനും യേശുവിന്റെ അടുക്കൽ വരാൻ സാധിക്കുകയില്ലാത്തത്? ഉത്തരം, യേശുവിനെ അയച്ച പിതാവ്. 36 പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരെല്ലാം എവിടേക്കാണ് വരുന്നത്? ഉത്തരം, യേശുവിന്റെ അടുക്കൽ വരുന്നു. 37 പിതാവിനെ കണ്ടിട്ടുള്ളത് ആര് മാത്രമാണ്? ഉത്തരം, ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രം. 38 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിത്യജീവനുള്ളത് ആർക്കാണ്? ഉത്തരം, വിശ്വസിക്കുന്നവന്. 39 ഞാൻ ജീവന്റെ അപ്പമാണെന്ന് യേശു പറഞ്ഞത് ഏത് വാക്യത്തിലാണ്? ഉത്തരം, യോഹന്നാൻ 6:48. 40 ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്താണെന്നാണ് യേശു പഠിപ്പിക്കുന്നത്? ഉത്തരം, എൻ്റെ ശരീരമാണ്. 41 ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ പൂർത്തിയാക്കുക. ഉത്തരം, അവൻ എന്നേക്കും ജീവിക്കും. 42 ഇത് ഭക്ഷിക്കുന്നവൻ പൂരിപ്പിക്കുക. ഉത്തരം, അവൻ മരിക്കുകയില്ല. 43 തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി നൽകുവാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ച് തർക്കമുണ്ടായത് ആർക്കിടയിലാണ്? ഉത്തരം, യഹൂദർക്കിടയിൽ. 44 ഞാൻ ആര് മൂലം ജീവിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. 45 ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ് എന്ന് യേശു പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം, യേശുവിനെ കുറിച്ച്. അവസാനത്തെ ചോദ്യം 46 പിതാക്കന്മാർ എന്ത് ഭക്ഷിച്ചു എങ്കിലും മരിച്ചു? ഉത്തരം, മന്ന.